സർവ്വവല്ലഭനെ ആരാധിപ്പാൻ, അത്യുന്നതനെ ആരാധിപ്പാൻ, ആത്മനാഥനെ ആരാധിപ്പാൻ, ദേശത്തിന്റെ ദൈവത്തെ ആരാധിപ്പാൻ. ഹല്ലേലൂയ. ബലം തരുന്ന ദൈവത്തെ, ശക്തി തരുന്ന ദൈവത്തെ, അനുഗ്രഹം തരുന്ന ദൈവത്തെ, ഹല്ലേലൂയ. ആലോചന തരുന്ന ദൈവത്തെ, കൃപ തരുന്ന കർത്താവിനെ, ബലം തരുന്ന കർത്താവിനെ ആരാധിപ്പാൻ ഏൽപ്പിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ കൃപകൾക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ആത്മീയ നന്മകൾക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവത്തിൽ ആരാധിപ്പാൻ ഏൽപ്പിക്കുന്ന കർത്താവേ, അത്യുന്നതനെ ഉയർത്തുവാൻ ഏൽപ്പിക്കുന്ന കർത്താവേ, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ മേൽ വാഴണമേ, പരിശുദ്ധൻ ഞങ്ങളുടെ മേൽ വാഴണമേ, മഹാദേവൻ ഞങ്ങളുടെ മേൽ വാഴണമേ, അത്യുന്നതൻ ഞങ്ങളുടെ മേൽ വാഴണമേ, ആത്മനാഥൻ ഞങ്ങളുടെ മേൽ വാഴണമേ, ദൈവത്തിന്റെ കൃപകളോടെ ഞങ്ങളുടെ മേൽ വാഴണമേ, ആത്മീയ അനുഗ്രഹങ്ങളോടെ ഞങ്ങളുടെ മേൽ വാഴണമേ, പരിശുദ്ധാത്മ പ്രവൃത്തികളോടെ ഞങ്ങളുടെ മേൽ വാഴണമേ. ദൈവത്തിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ പകർന്നാട്ട്, യഹോവയുടെ അനുഗ്രഹം പകർന്നാട്ട്, സർവശക്തിയുടെ അനുഗ്രഹം പകർന്നാട്ട്, അത്യുന്നതന്റെ അനുഗ്രഹം പകർന്നാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹത്തിനെ ഏൽപ്പിക്കുന്നു, യഹോവയുടെ അനുഗ്രഹത്തിനെ ഏൽപ്പിക്കുന്നു, മഹാദൈവത്തിന്റെ അനുഗ്രഹത്തിനെ ഏൽപ്പിക്കുന്നു, സർവശക്തിന്റെ അനുഗ്രഹത്തിനെ ഏൽപ്പിക്കുന്നു, വീണ്ടെടുപ്പുകാരന്റെ അനുഗ്രഹത്തിനെ ഏൽപ്പിക്കുന്നു. രാജാതി രാജാവേ, കർത്താതി കർത്താവേ, ദേവാതി ദേവനേ, തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. ദൈവകൃപയ്ക്കായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു, ദൈവശക്തിക്കായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു, പരിശുദ്ധാത്മദാനങ്ങളെ ഏൽപ്പിക്കുന്നു, വിശുദ്ധാരാധനയ്ക്ക് ഏൽപ്പിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ വിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയം അടുത്തു വരുവാനായി സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അവസരത്തിനായി നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങളെ പരിപാലിച്ച ദൈവമേ, കാത്ത ദൈവമേ, ആത്മസന്തോഷം തന്ന കർത്താവേ, ഹല്ലേലൂയ. സാന്നിധ്യം നിന്ന് ഞങ്ങളെ നടത്തിയ കർത്താവേ, കൃപ ഞങ്ങളുടെ മേൽ അളവ് കൂടാതെ പകർന്ന ദൈവമേ, നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ സ്നേഹത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളോട് കൂടെയിരുന്ന കർത്താവേ, കൂടെ നടന്ന കർത്താവേ, നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ തിരുമുമ്പാകെ അടുത്ത് വരുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ആലയത്തിൽ കൂടി വരുന്ന ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോട് ഹൃദയമായി ഇടപെടുമാറാകണമേ. ദൈവാത്മാവിന്റെ വിശുദ്ധ കൃപകളോടെ, ആത്മാബലത്തോടെ, ആത്മസന്തോഷത്തോടെ, ആത്മീയ ആനന്ദത്തോടെ, ഹല്ലേലൂയ, ഞങ്ങളെ വിളിച്ച കർത്താവിന്റെ സന്നിധിയിലെ അനുഭവങ്ങളോടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹാദേവനെ ആരാധിക്കുവാൻ, അതിനെ
ആത്മാവിന്റെ ഗീതങ്ങൾ ഹല്ലേലൂയ ആത്മസന്തോഷത്തോടെ ആത്മബലത്തോടെ ആത്മബലത്തോടെ പാടി ദൈവസന്നിധിയിൽ ആരംഭിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ വ്യാപാരം ഞങ്ങളുടെ എതിരായി അയച്ചാട് കർത്താവേ, കൃപയുടെ സമൃദ്ധിയിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമേ. ആത്മചൈതന്യത്തിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമേ. പുതിയ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകണമേ. സത്യമായത്, വിശുദ്ധമായത്, നേരോടെ നടക്കുന്നവർക്ക് നിഷ്കളങ്കമായത്, നിർമ്മലമായത് കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ മേലെ ഭയമാറാകണമേ. നന്ദിയോട് സ്തോത്രം. അത് ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുപോലെ വിടുതലായി തീരുവാനിടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധനയുടെ സൗന്ദര്യം, ആരാധനയുടെ സൗരഭ്യം, ആരാധനയുടെ അനുഗ്രഹങ്ങൾ, ആരാധനയുടെ ആനന്ദം ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിന്റെ ഹല്ലേലൂയ സ്വർഗീയമായ അനുഭവങ്ങളെ ഞങ്ങളുടെ നാട് കർത്താവേ, നന്ദിയോട് സ്തോത്രം. അനുഗ്രഹം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, സ്വർഗീയ ദാനങ്ങൾ ആസ്വദിക്കുവാൻ ഞങ്ങൾ അടുത്തു വരുന്നതിനാഥ മഹാദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് ആത്മവ്യാപാരം ശക്തിയോടെ അയച്ചാട്ട് ആരാധനയുടെ ആത്മാവിനെ ഭയന്നാട്ട് തിരുസാന്നിധ്യം ഞങ്ങൾ ശക്തിയോടെ അനുഭവിക്കേണ്ട കർത്താവേ. ഭയഭക്തിയോടെ ദൈവസ്ഥിതി ഇരുപ്പാനിടയാക്കണമേ. ഏകാഗ്രതയോടെ ഇരുപ്പാനിടയാക്കണമേ. ഞങ്ങളുടെ ഉടകളെ ഉണർത്തണമേ കർത്താവേ. ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മ നിയോഗം ഞങ്ങൾക്ക് തരുമാറാകണമേ. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അനുഗ്രഹങ്ങളെ തരുന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുത്താതെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. Jesus.
Hallelujah.
We will lift up our hands in praise tonight.
grace. For the son who needs God's grace, I said. Oh Father, we are praying for him, Lord Jesus. Have mercy on thy servant, Lord. Have mercy on him, Lord. Do a miracle for him, Lord. Do a miracle for him, Lord. Send the word of healing, Lord. Send the word of healing. Pray for Sister Molly Bindi. You know that suffering she's going through. More than the physical, the emotional and mental torture she's going through. Let us pray to God that God will give her calmness. That she will have the peace of God. Every anxiety, every tension, every worry, every doubt which devil is bringing in her mind will go away. She will have emotional healing. She will have mental healing. She will stay calm and cool, trusting in the Lord. Trusting in the Lord. Trusting in the Lord. Thank you, Jesus. Continue to pray for the young boy Jonathan. The Lord will strengthen him. He needs God's miracle. A complete healing for him that he can work and he can pray with him, which he has not done in his life. The Lord will strengthen the young boy. Thank you, Jesus. Pray for our pastor and our mama as they both are very weak. They need God's grace, they need God's mercy, they need God's strength. Hallelujah. Pray for Pastor Kamojon as he has come back, but he is weak and tired and sick. The Lord will strengthen him. Whenever you come back from overseas trip, you feel very tired and very lethargic. Let us pray to God that God will strengthen and raise him up. Pray for Pastor Koshivadan as he's in India. The Lord will anoint him and use him wherever he is tonight. That he will be used of God in a mighty way. Pray for Pastor Jacob Algis and his dear wife as they are on their way to Holy Land. The Lord will give them good trip there and good time with all the people there, and they will be renewed in their spirit when they return back here. Anyone else another prayer request? We just mentioned I heard in the beginning about Sister Rita. I think she's in the hospital. Continue to pray for her. If you know someone and if you have any need, I know many people are suffering with this cold and cough and flu. The Lord will touch every one of us. Continue to pray for Pastor Matthew Thomas as he's not doing well. The Lord will touch him and complete healing, the healing which is needed for him. This evening in our family prayer, as we do before Sally goes to work, while she was praying, the Lord showed me the devil is trying to destroy some of the people. You know, when Moses was born, the king was after all the young boy, especially after him, to destroy him. When Jesus was born, the king was that time wanted to destroy Jesus. Even the book of Revelation we find about the woman who was going to give birth. The dragon is sitting there to swallow the baby as soon as the baby comes out. I do not know it is about whom, but as a church we have to pray. As a church we have to pray. As a church we have to pray. As a church we have to pray, I say. Yes, Lord, you set the people free, Lord. And as we are waiting in the presence of God, as the Holy Spirit leads, one or two people will lead us in prayer this evening. For the blessing, for the healing, for the revival in the church, for the great outpouring of the Holy Spirit in our every service. As the Holy Spirit leads, please open your mouth and lead us in prayer. Thank you, Jesus. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah, hallelujah. മഹാപരിശുദ്ധത്തിനുമായി ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ അപ്പച്ച ഒരു പ്രാവശ്യം ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വരുന്ന കർത്താവേ, അതിൽ നീ ഞങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാകുന്നു കർത്താവേ. നീ അത്യുന്നതനാകുന്നു, സർവശക്തനാകുന്നു കർത്താവേ. ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ തക്കവണ്ണം നല്ലൊരു പിതാവ് സ്വർഗ്ഗത്തിൽ ഞങ്ങളുടെ ഏകനായ സ്തോത്രം ചെയ്തു കർത്താവേ. ഹല്ലേലൂയ. നീ ഞങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം കർത്താവെ ഞങ്ങളെ സഹായിച്ച് കർത്താവെ സഭയെ കൂടി ഒരുപാട് പടഞ്ഞെടുക്കാൻ സഹായിച്ചു കർത്താവെ. ഞങ്ങളെ ശക്തീകരിച്ചു കർത്താവെ. ഹല്ലേലൂയ. ആത്മാവിന്റെ ഐക്യതയിൽ അടികൊണ്ടു ചേർന്ന് കർത്താവെ. ഹല്ലേലൂയ. രോഗികളായ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്ന ആർക്ക് സ്തോത്രം ചെയ്യുന്നു, ആർക്ക് സ്തോത്രം ചെയ്യുന്നു. ഒന്നിന്റെ അകത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അപ്പാങ്ങളുടെ വചനമാകുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടികളെ സന്നിധാനം കർത്താവെ. പ്രിയപ്പെട്ടവരെ
അവരാരും കഷ്ടപ്പെടുവരുടെ തീരുന്നത് സൗഖ്യമാകുന്ന കരുതൽ നീട്ടുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അതിനെ സാക്ഷാൽ വേദന വഹിച്ചവരെ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും വേദനകളും സ്വർഗ്ഗമേ നീ അറിയുന്നത് കർത്താവേ, നീ കരുതൽ കാണിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല, അങ്ങനെ കരുതൽ കൂടുതലായിട്ടില്ല. എങ്കിലും അടികളെ അകൃത്യം നിബന്ധമാകുന്നു. നീ ഇപ്പോഴും പ്രവർത്തിക്കാതിരിക്കുന്നവരുടെ വചനമാകുന്ന കർത്താവേ, ഈ അടികളെ സമർപ്പിക്കുന്ന കർത്താവേ, ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന ഏവരെ സമർപ്പിക്കുന്ന കർത്താവേ, ആത്മാവിന്റെ ഐക്യതയില്ലാതെ ഇടപെട്ടുകൊള്ളുമാറാകണമേ. അടികൾ ഒത്തു ചേർത്ത് കർത്താവേ, ഏക മനസ്സോടെ അതിലൊരു ശരീരത്തിന്റെ അംശമെന്ന പോലെ കർത്താവേ, അടികൾ ഒന്നു ചേർത്ത് കർത്താവേ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നതാണ്. അടികളെ കൊലകളെ ക്ഷമിക്കുമാറാകണമേ, അടികളെ ക്ഷമിക്കുമാറാകണമേ, അടികളെ സ്നേഹം ക്ഷമിക്കുമാറാകണമേ, അടികളെ പ്രവർത്തനങ്ങളെ ക്ഷമിക്കുമാറാകണമേ കർത്താവേ. അത് സൗഖ്യമാക്കുവാൻ അതൊന്നും തടസ്സമായി തീരരുത് കർത്താവേ. ഞങ്ങളെ ഒന്നുകൂടി കഴിവുമാറാകണമേ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ശക്തി കർത്താവേ ആദ്യ നൂറ്റാണ്ടിൽ പ്രവർത്തിച്ചതുപോലെ അടികളിൽ ചേർത്ത് പ്രവർത്തിച്ചതുപോലെ കർത്താവേ ഈ കാലങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് കഴിവുണ്ടല്ലോ. അടികളോട് കർത്താവ് കരുണ തോന്നി പ്രവർത്തിക്കുമാറാകണമേ. മരണത്തിനുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ള നിന്റെ വചനമുണ്ടല്ലോ കർത്താവേ. ഞങ്ങളെ ഓരോന്ന് കാണിക്കുമ്പോൾ ദർശനങ്ങളെ ഞങ്ങൾ കർത്താവ് കാണിക്കുമ്പോൾ ഞങ്ങൾ ഒന്നുകൂടി അടുത്ത് വരേണ്ടത് കർത്താവേ. അതായത് പ്രവർത്തിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന പിതാവേ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. പേര് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. നിന്റെ മക്കളായിരിക്കുന്ന ഇടങ്ങളിൽ അതിന്റെ മുറിഞ്ഞ കരം കർത്താവേ, അതിന്റെ അടികളെ പാപത്തിന് വേണ്ടി ചെറുതായ ആ മുറിഞ്ഞ കരം തന്നെ കർത്താവേ നീട്ടുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന പിതാവേ. അതിന് തൊടുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണയുള്ള പിതാവേ ഞങ്ങളുടെ തൊടുമാറാകണമേ. അടികളുടെ സഹോദരന്മാരുടെ കരുണ തോന്നുമാറാകണമേ. അടികളുടെ സഹോദരന്മാരുടെ കരുണ തോന്നുമാറാകണമേ. അടികളോട് മനസ്സറിയണമേ പിതാവേ. വിടുവിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ രോഗത്തും നല്ല വൈദ്യനെ അങ്ങനെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, സഭയായിട്ട് ദിവസം ഞങ്ങളെ ഉണർത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ ദിവസങ്ങൾ ആത്മാവിനായി നിറയാത്ത പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി ആത്മാവിനായി നീന്തി തുടിക്കുന്നവരായി കർത്താവേ കർത്താവിന്റെ വലിയ ശക്തി അടികളെ മേലെ അയക്കുമാറാകണമേ. നീ ഞങ്ങളെ ഒന്ന് വീണ്ടും ജീവിപ്പിക്കുമാറാകണം കർത്താവേ. സഭയോട് ജീവിപ്പിക്കുമാറാകണം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പാടികളെ അവരുടെ ഉദ്ദേശം ഒന്ന് തന്നെയായി തീരട്ടെ. അടികളെ കർത്താവ് ലക്ഷ്യം ഒന്നാകട്ടെ കർത്താവേ. അങ്ങയെ പ്രസാദിപ്പിച്ച് അങ്ങയുടെ ഹിതം പൂർണ്ണമായും അടികളെ ഓരോരുത്തരെ കൊണ്ട് നീ ആഗ്രഹിക്കുന്ന ഹിതം പൂർണ്ണമായി നിവർത്തിക്കുന്ന അടികളുടെ ഹിതമായി കൊണ്ട് കർത്താവേ, അടികളെ ഇഷ്ടമായി കൊണ്ട് കർത്താവേ ആ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുവാൻ അല്ലെ നശിച്ചുപോകുന്നവർക്ക് വേണ്ടി നിൽക്കുവാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അടികളെ സഭയായി നീ അനുഗ്രഹിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ശക്തി പ്രാപിച്ചവരായി അവരുടെ സാക്ഷികളെ പ്രസ്താവിച്ചുവല്ലോ. ഈ ദിവസങ്ങൾ അടികളെ മറ്റിലേക്ക് വലിയ ശക്തി അയക്കുമാറാകണമേ അപേക്ഷിക്കുന്നു കർത്താവേ. ജനങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. അതിനെ ഒരു പ്രാവശ്യം സമർപ്പിക്കുന്നു കർത്താവേ. കൃപ നൽകി തന്നാട്ട് സകലടികൾക്ക് വേണ്ടി ജീവൻ വെച്ചവനായ യേശു കൃഷ്ണനാമത്തിൽ തന്നെ. സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ കർത്താവേ, സഭയുടെ യാമത്തിൽ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഒരുമിച്ച് കൂടിയ കിടവാദപീഠത്തിൽ കർത്താവേ ഒരുവാനായ കർത്താവിനെ സാവകാശത്തിനായി സ്തുതിക്കുന്നു കർത്താവേ. ഇവിടെ രണ്ടോ മൂന്നോ പേർ കർത്താവിന്റെ നാമത്തിൽ കൂടിയാൽ കർത്താവോട് കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം കർത്താവേ വിശ്വസ്തനാണ് കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവേ ഒരുപടി മുന്നോട്ട് കർത്താവേ വിശുദ്ധിക്കൊണ്ടവരുടെ കർത്താവേ ഓട്ടം കൊടുക്കുവാനായി കർത്താവേ ഞങ്ങളെ സഹായിക്കുവാനാണ് ഞങ്ങളുടെ ചൂച്ചങ്ങൾ കർത്താവ് ഞങ്ങളോട് കിടക്കുന്നല്ലേ കർത്താവേ. ഓരോ ദിവസവും ഞങ്ങളെ തന്നെ ശോധനയിലേക്ക് കർത്താവിന് വേണ്ടി നിർത്തുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ കടം ഞങ്ങളുടെ മേലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന ജനങ്ങളെ കർത്താവ് ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്നതുപോലെയല്ല ഹല്ലേലൂയ മടങ്ങി പോകുമ്പോൾ ശക്തി കാണിച്ചു
Father God, they need your healing touch, Lord. Hallelujah. Cover them, Lord, with your precious blood, Lord. Surround them, Lord, with the wall of fire and angels, Lord. Hallelujah. 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 Nirki samarka darki grace ya baki grace ya marva. Thomas John Pass में देवदनगले समर्पित करतावे साजलमे कड़नु कोई करतावे मलक देश करतावे मनसालंगड़ करतावे आइचिरित करतावे आइचड़ो के करतावे अंगड़वित ചവിത്തുകളോ के മുൻവേലി വിളയേണ്ടത് കർത്താവ് സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ശാരീരികമായി കർത്താവേ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവേ സൗഖ്യനായകൻ യേശു കർത്താവേ സൗഖ്യം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 റെകേനാരാ ഷേദരെ ആർക്കസ്കൂയ മറിയോഷ ഹല്ലേലൂയ സുബിയ ഹല്ലേലൂയ മുത്തിരി ആൽഫബശുനബാഹി അസ്കോഷ്വെന്നെ ദേവരങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ അങ്ങേ അയച്ചടത്തോക്കെ പോയി വിശ്വസതയോടെ അങ്ങയുടെ ജോലി ചെയ്തു കർത്താവേ സന്തോഷത്തോടെ മടങ്ങി വരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ശക്തി കർത്താവേ ഹല്ലേലൂയ ആ ശക്തി കർത്താവേ ആ വചനം കർത്താവേ സ്തോത്രം സ്തോത്രം മറ്റുള്ളവർക്ക് കർത്താവേ വിളമ്പി കൊടുക്കുമ്പോൾ കർത്താവേ അനേക ആത്മാക്കൾ കർത്താവിനെ അറിയേണ്ടത് കർത്താവേ ഭൂതങ്ങൾ വിട്ടോടേണ്ടത് കർത്താവ്
കർത്താവേ അങ്ങേക്കുറിച്ച് കർത്താവെ സാക്ഷീകരിക്കേണ്ടത് വീണ്ടും സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. മകനമ്മയുടെ ശാരീരികമായ കർത്താവെ ഹല്ലേലൂയ സൗഖ്യം കൊടുത്ത് കർത്താവെ ശക്തിയോടെ കർത്താവെ നിങ്ങളുടെ വചനം ഘോഷിക്കേണ്ടത് കർത്താവ് സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. അമ്മ Semalapotere kandar sara shavara kedara vashana ratiragara sandara lore namar sandukia baba varashadoria. I pray for a great revival for our church. Hallelujah. ഞങ്ങളുടെ ജനങ്ങൾ ഒരുപോലെ കടന്നു വരുവാൻ കർത്താവേ 2016 കർത്താവേ ഇതുവരെ നാടാത്ത പുതിയ അനുഭവങ്ങളാൽ കർത്താവ് കുറയ്ക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവേ ചിലരെ കർത്താവേ സ്തോത്രം പ്രാർത്ഥിക്കുവാൻ കർത്താവ് എഴുന്നേൽപ്പിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. കടലിലോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ ഒരു ഗ്രേറ്റ് യൂണിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ കർത്താവ്, you have a great vision Lord for our church Lord. Hallelujah. Let it come to fulfillment, O Master. Hallelujah. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയത്തിൽ പോലും നിലച്ചിട്ടില്ലാത്ത ഓരവശത്തിന്റെ വളരെ ശക്തിയാണ് ഞങ്ങളെ ജനങ്ങളെ നിർത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം കർത്താവേ ഞങ്ങൾ അനുഭവിച്ച് തിരിച്ചറിയാൻ കർത്താവേ മർക്കോസിന്റെ മാളിക മുകളിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യത്തിന്റെ വരുന്ന ഞായറാഴ്ചത്തെ കർത്താവെ ആരാധന ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ cover us all by your precious blood Lord. Help us to put on that full armor of God Lord. Hallelujah. Oh Rabakagiri Shandara carrying on that sword of faith Lord and the shield of spirit Lord. Hallelujah. 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 Yes Lord, put on the belt of truth, belt of truth and the gospel of truth Lord. Hallelujah. Yes Lord. Hallelujah. കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തിൽ പതറിപ്പോകാതെ മുൻപോട്ട് യാത്ര തുടരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി കർത്താവ് ഞങ്ങളോട് ഇടപെട്ട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. മറ്റുള്ള കർത്താവേ പ്രാർത്ഥനാ വിഷയമൊക്കെ കർത്താവ് ദൈവം അറിഞ്ഞിരിക്കുകയായി സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വിട്ടുപോയ കർത്താവേ പല കർത്താവേ സംശയങ്ങൾ കർത്താവേ വാക്കുകളൊക്കെ കർത്താവേ ഹല്ലേലൂയ അറിയാതെയൊക്കെ കർത്താവേ പലതും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവിതത്തിൽ കർത്താവേ ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ ഹല്ലേലൂയ ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളോട് വ്യക്തിപരമായി ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് പ്രശംസിപ്പാൻ ഒന്നുമില്ലപ്പ, നിങ്ങളുടെ കൃഷികളെല്ലാം പ്രശംസിപ്പാൻ ഒന്നുമില്ലപ്പ. ഈ വന്ന ദിവസങ്ങളൊക്കെ കർത്താവിനെ കുറിച്ച് സാക്ഷീകരിക്കേണ്ടത് കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. Precious Father, we thank you for this evening, Lord. Thank you, Lord, the privilege we had to sing praises to you, Lord. We have brought all this prayer to your praise. You have heard every prayer, Lord. In your own time, you will give the answer, Lord. We thank and we praise you, Lord. Help us, Lord, to believe in you, in your word, in your promise, in the blood of Jesus Christ. Lord, as we sit in your presence tonight, you will anoint thy servant to bring forth thy word, Lord. You will speak to me, Lord. You will speak to everyone who is gathered here, Lord. That we can hear your voice tonight, Lord. Give us the ear to listen to your voice tonight, Lord. Help us, Lord, to receive your word in our heart, Lord Jesus. Not just to the hearer of thy word, Lord, but make us the doer of thy word, Lord. Bless us together. In Jesus Christ's name we pray. Amen. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നമ്മെ സഹായിച്ച കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഐസായ 1:11-18. നിങ്ങളുടെ കന്യാകളുടെ ബാഹുല്യം എനിക്ക് എന്തിനെന്ന് യഹോവ അറിയിച്ചിരുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു.
കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാ. ഇനി നിങ്ങൾ വ്യക്തമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസ്യയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണു മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവേ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവേ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവേ. നന്മ ചെയ്യുവാൻ പഠിപ്പി. ന്യായം അന്വേഷിപ്പി. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവേ. അനാഥന് ന്യായം നടത്തി കൊടുപ്പി. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പി. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഗോവയിൽ ഒരു തിയോളജിക്കൽ കൺസൾട്ടേഷന് പോയിരിക്കുമ്പോൾ ഒരു കത്തോലിക്ക പുരോഹിതൻ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച്, ഞാൻ ഒരു പെന്തക്കോസ്തുകാരനാണെന്ന് പറഞ്ഞപ്പോൾ ആ കത്തോലിക്ക പുരോഹിതൻ വലിയ സന്തോഷത്തോടെ പ്രൈസ് ദ ലോർഡ് എന്നിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഞങ്ങളെ ആരാധിക്കാൻ പഠിപ്പിച്ചത്. കർത്താവിന് സ്തോത്രം. പലരും നമ്മളോട് പലപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഈ ഗോവയിലെ പുരോഹിതൻ ഇങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞത് എനിക്കും വലിയ സന്തോഷമായി. നമ്മളാണ് ക്രിസ്തീയ ഗോളത്തിലെ ഇന്നത്തെ ക്രിസ്തീയ സഭയിലെ എല്ലാവരെയും ആരാധിക്കാൻ പഠിപ്പിച്ചത്. കർത്താവിന് സ്തോത്രം. നമ്മുടെ സഭകളിലൊന്നും, ക്രിസ്തീയ സഭകളിലൊന്നും ഇന്ന് കാണുന്ന പോലെയുള്ള ആരാധന കേരളത്തിലെ ക്രിസ്തീയ സഭകളിലെങ്ങും 19-ാം നൂറ്റാണ്ടിൽ ഇല്ലായിരുന്നു, 18-ാം നൂറ്റാണ്ടിലും ഇല്ലായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്തുകാരെ ആത്മശക്തിയിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്താണ് ഈ ഇന്ന് കാണുന്ന രീതിയിൽ സമുദായങ്ങളിലൊക്കെയുള്ള കൂട്ടായ്മകളും ആരാധനകളും ഒക്കെ ശക്തി പ്രാപിച്ചത്. കർത്താവിന് സ്തോത്രം. എന്നാൽ ആരാധിച്ച് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കുറെ പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എവിടെ ചെന്ന് ചേരുന്നു എന്നുള്ളതാണ് ഇതിനകത്തിലെ പ്രശ്നം. കർത്താവിന് സ്തോത്രം. നമ്മൾ എല്ലാവരെയും ആരാധിക്കാൻ പഠിപ്പിച്ചിട്ട് നമ്മൾ എവിടെ ചെന്ന് നിൽക്കുന്നു? മറ്റു കാലങ്ങളെക്കാൾ എല്ലാം അപ്പുറമായിട്ട് ഈ കാലങ്ങളിൽ ആരാധനയ്ക്ക് അസാധാരണമായ പ്രാധാന്യം വന്നിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് പ്രത്യേകം വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു പുതിയ ശുശ്രൂഷ തന്നെ ഇപ്പോൾ ഉണ്ട്. ആരാധനാ ശുശ്രൂഷ അല്ലെങ്കിൽ വർഷിപ്പ് ലീഡർ. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, 4-ാമത് സുവിശേഷകന്മാർ, പിന്നെ ഇടയന്മാർ. ഇങ്ങനെ 5 എണ്ണമാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത്. അതിനകത്തില്ലാത്ത ഒരു ശുശ്രൂഷ ഇപ്പോൾ വളരെയധികം ഉണ്ട്. എന്താണ്? ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ, വർഷിപ്പ് ലീഡേഴ്സ് എന്ന് പറയുന്ന ഒന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക കാലത്ത് നമ്മൾ വന്നിരിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെയുള്ള അപകടങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ആരാധന എന്താണ്? ദൈവം നമ്മോട് എന്താണ് ചോദിക്കുന്നത്? ദൈവം തൻ്റെ ജനത്തോട് ആരാധന എന്ന പേരിൽ എന്താണ് ചോദിക്കുന്നത്? കർത്താവിൻ്റെ വചനത്തെ നമ്മൾ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായി വേർതിരിച്ച് പഠിച്ചു വരുമ്പോൾ പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഈ പഴയ നിയമം? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം മുതൽ 23-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ ശരിക്കും പഴയ നിയമമെന്ന് പറയുന്നത്. പുറപ്പാട് 20 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ. ആ അധ്യായങ്ങളാണ് യഹോവയാം ദൈവം ഇസ്രായേൽ ജനവുമായി ചെയ്തതായ നിയമം, ഉടമ്പടി, ഉടമ്പടിയുടെ വാക്കുകൾ, ഉടമ്പടിയുടെ വചനങ്ങൾ. അതിലേറ്റവും കാതലായത് കർത്താവ് കൊടുത്ത 10 കൽപ്പനയാണ്. എന്നാൽ ആ ഉടമ്പടിയിലോ ഈ 10 കൽപ്പനയിലോ ആരാധനയെക്കുറിച്ച് കർത്താവ് എന്താണ് പറഞ്ഞത്? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല.
ഒരു കാര്യം മാത്രം കർത്താവ് അവിടെ ആകെ കൂടെ പറഞ്ഞിരിക്കുന്നത്, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക. അവിടെ കർത്താവിന്റെ മെയിൻ കൺസേൺ ആരാധനയല്ല, പിന്നെ വിശുദ്ധി. കൽപ്പനയിൽ പറഞ്ഞ കാര്യം അതാണ്. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്ക. ഹല്ലേലൂയ. ഓരോ ദൈവ ഭക്തനോടും കർത്താവ് ആരാധനയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഹാബേലിനോട് എന്ത് പറഞ്ഞു? കയീനോട് എന്ത് പറഞ്ഞു? ആദമിനോട് എന്ത് പറഞ്ഞു? സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അവർ ആരാധിച്ചു ദൈവത്തെ. ആരാധിച്ച് ജീവൻ പോയ ഹാബേലിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം, പുതിയ നിയമം പറയുന്നത്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹാബേലിന്റെ രക്തം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതെന്തോ പറയുന്നു? ഹാബേലിന്റെ രക്തം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതെന്തോ പറയുന്നു? എന്താ പറയുന്നു? ഗുണകരമായിട്ട് ഇങ്ങനെ പറയുന്നു. നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏത് രക്തമായത്? സഹോദരൻ അടിച്ചു കൊന്ന രക്തം. സഹോദരൻ കോപിഷ്ഠനായി അടിച്ചു കൊന്ന രക്തം ഭൂമിയിൽ വീണിട്ട് ആ രക്തം ഭൂമിയിൽ കിടന്നുകൊണ്ട് പറയുന്നത് എന്താണ്? ഗുണകരമായ കാര്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്തം മുഴുവനും ഗുണകരമായ കാര്യങ്ങളാണ് പറയുന്നത്. ആ മനുഷ്യനാണ് ദൈവത്തിന് പ്രസാദകരമായ യാഗമർപ്പിച്ചത്. കർത്താവിന് സ്തോത്രം. ഇന്നിവിടെ ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും രക്തം അതുപോലെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അതെന്തോ പറഞ്ഞുകൊണ്ടിരിക്കും? അത് ഞാനിപ്പോൾ പറയുന്നില്ല. കർത്താവിന് സ്തോത്രം. നിങ്ങൾ നോക്കിക്കൂ, ആ രക്തം എടുത്ത് അങ്ങോട്ട് പരിശോധിച്ചാൽ എത്ര പേരുടെ പേര് അതിനകത്ത് രക്തത്തിനകത്ത് എഴുതി വെച്ചേപ്പുണ്ടായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്? പരിശോധിക്കുമ്പോൾ ഇതെല്ലാം കിട്ടും. കർത്താവിന് സ്തോത്രം. എന്നാൽ ദൈവപ്രസാദമായ ആരാധന കഴിച്ച ആ മനുഷ്യന്റെ രക്തം പ്രതികാരം എന്നല്ല പറയുന്നത്, പിന്നെ ഗുണകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ വരെ ഗുണകരമായി സംസാരിക്കുന്ന ഒരനുഭവമുള്ള മനുഷ്യനാണ് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കത്തക്കവണ്ണം ആരാധിച്ചത്. ഹനോക്കിനോട് പറഞ്ഞത്, നീ എന്നെ ആരാധിക്കും. അവൻ നല്ല ആരാധന കഴിച്ചു, അവൻ ഭയങ്കര ആരാധനക്കാരനാണെന്നല്ല പറഞ്ഞത്. പിന്നെന്താണ് ഹനോക്കിനെ കുറിച്ച് പറഞ്ഞത്? അവൻ ദൈവത്തോടു കൂടെ നടന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ദൈവത്തോടു കൂടെ നടന്നു. ഹല്ലേലൂയ. ആരാധന കഴിച്ച നോഹയെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര ആരാധന കഴിച്ചെന്നുള്ള കാര്യമല്ല പറഞ്ഞത്. അവന്റെ തലമുറയിൽ നീതിമാൻ, അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ തലമുറയിൽ അവൻ നീതിമാനായിരുന്നു, അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞത്, നീ വാ ആരാധിക്കണം, പോന്നിടത്തല്ല യാഗം കഴിക്കണമെന്നല്ല ദൈവം പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സത്യദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ അബ്രഹാമിന് പോകുന്നിടത്തെങ്ങും ആരാധിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. യേശുക്രിസ്തു ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോഴും ഇതേപോലെ തന്നെയാണ് കർത്താവ് സംസാരിച്ചത്. കർത്താവ് ആരാധിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ആരാധിക്കുമ്പോൾ. കർത്താവ് പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഉപവസിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ. കർത്താവിന് സ്തോത്രം. എന്താ കാരണം? ഈ കാര്യങ്ങളൊന്നും കൽപ്പനയായിട്ട് പറയേണ്ട കാര്യങ്ങളല്ല.
നീ ഇത് ചെയ്യണം. നമ്മുടെ ചില പിള്ളേരോട് പറയല്ലോ, എടാ ക്ഷമയോ ഇരടാ, പ്രൈസിനോട് പറയടാ. കൽപ്പനയായിട്ട് പറയേണ്ട കാര്യങ്ങൾ അല്ലിവയൊക്കെ. അതുകൊണ്ടാ പറഞ്ഞത്, നീ അത് ചെയ്യുന്നെങ്കിൽ, നീ ചെയ്യുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാര്യം? കാരണം ആരാധന കൽപ്പനയാൽ ഉളവായി വരുന്ന ഒന്നല്ല. പിന്നെ എങ്ങനെ ഉണ്ടാകുന്നതാണ്? അതൊരു ബന്ധത്തിൽ നിന്ന് താനേ ഉളവായി വരുന്ന ഒന്നാണ്. ഒരു അടുത്ത ബന്ധത്തിൽ നിന്ന്, സാധാരണ ബന്ധത്തിൽ നിന്ന് ആരാധന ഉയർന്നു വരുത്തില്ല. ഒരു ഹൃദ്യമായ ബന്ധത്തിൽ നിന്ന്, ഒരാത്മാർത്ഥമായ ബന്ധത്തിൽ നിന്ന്, ഒരടുത്ത ബന്ധത്തിൽ നിന്ന്, ഒരു ഇന്റിമസിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒന്ന് മാത്രമാണ് ആരാധന. ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മറ്റേതാണ്. ഏത്? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു. സ്തോത്രം. ഇറങ്ങി പുറപ്പെടുക. എന്തിനു വേണ്ടി പുറപ്പെടുക? എൻ്റെ കൂടെ നടക്കാൻ നീ ഇറങ്ങി പുറപ്പെടുക. ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് നീ പോവുക. ഹല്ലേലൂയ. അതാണ് വാക്ക്, അതാണ് കൽപ്പന. എന്നാൽ ആ കൽപ്പന പ്രാപിച്ചവൻ ആ ബന്ധത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ആ ബന്ധത്തിന്റെ ഫലമായിട്ട് അവൻ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്നത് അത് വെറും യാന്ത്രികമായിട്ട് നല്ലൊരു ഭാഗം പെന്തിക്കോസുകാരുടെ കയ്യിലേമായി കഴിഞ്ഞു. അതിൽ ഞാൻ കുറ്റം പറയുന്ന ഒരു കൂട്ടം പാസ്റ്റർമാരെയും ഉണ്ട്. ഇങ്ങനെ തെറ്റായ രീതിയിൽ ആരാധനയെക്കുറിച്ച് പ്രസംഗിപ്പിച്ചു വേദപുസ്തകം പറയാത്ത കാര്യങ്ങളൊക്കെ ഒത്തിരി അവർ പ്രസംഗിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവര് പറയും പ്രസംഗത്തിനിടയ്ക്കും ആരാധനയ്ക്കിടയ്ക്കും പ്രാർത്ഥനയിടയ്ക്കും പോരാ പോരാ പോരാ. ഇവിടെ പറഞ്ഞേക്കുന്നത് മതി മതി മതി. സ്വർഗത്തിലെ ദൈവം പറയുക മതി മതി മതി. കർത്താവ് നമ്മുടെ നാടൻ ഭാഷയിൽ വഴക്ക് പറയുന്ന പോലെ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന്, ഇവിടുത്തെ അമേരിക്കയിലെ കാര്യമല്ല, കേരളത്തിലെ പിള്ളേരോട് അപ്പൻ വഴക്ക് പറയുന്ന രീതിയിലാണ് കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നീ കൊണ്ടുവന്ന 11-ാം വാക്യത്തിൽ നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനെ എന്ന് അവിടെ അങ്ങനെ പറഞ്ഞേക്കുന്നു. ഇംഗ്ലീഷിൽ കുറെ കൂടെ ക്ലാരിറ്റി ഉണ്ട്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് യുവർ സാക്രിഫൈസസ്? നീ കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം എന്തുവാ? നീ കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം എന്തുവാ? കർത്താവിനെ അതാണ് ചോദിക്കാനുള്ളത്. നീ പാട്ട് പാടിയതിന്റെ ലക്ഷ്യം എന്തുവാ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവവൈതലായി ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്തുവാ? ഞായറാഴ്ച ഇവിടെ വരെ വരുന്നതിന്റെ ലക്ഷ്യം എന്തുവാ? വൈകിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ലക്ഷ്യം എന്തുവാ? ദൈവത്തിന് അതാണ് അറിയേണ്ടത്. കാരണം അത് തെറ്റിപ്പോയി. അതുകൊണ്ട് ദൈവം ചോദിക്കുക, ഇതിന്റെ ബാഹുല്യത്തിന്റെ ലക്ഷ്യം എന്തുവാ? കുറെ കൂടെ പോരാ പോരാ. എന്തു പോരാന്ന? ഹല്ലേലൂയ. ഈ ദൈവത്തെക്കുറിച്ചുള്ള ധാരണ തെറ്റിപ്പോയി. കാരണം ജാതീയ ദൈവങ്ങളെ കുറിച്ചുള്ള ധാരണ പോലാണ് ഈ ദൈവത്തെക്കുറിച്ചുള്ള ധാരണയും അകത്ത് കയറിയേക്കുന്നത്. ജാതീയ ദൈവങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം വേണ്ടാന്ന് പറയുമോ? നിങ്ങൾ ആരും പോണമെന്നില്ല, അവിടെ പോകുന്നവരുടെ നിങ്ങൾ അങ്ങ് കൊടുത്തു വിട്ടാൽ മതി അവർക്ക്. നമ്മുടെ നാട്ടിൽ അങ്ങനല്ലേ? ഒരാൾ നാട്ടിൽ നിന്ന് പോവും, ആ പോകുന്ന ആളിൻ്റെ കയ്യിൽ ബാക്കിയുള്ളവരൊക്കെ ഇതുകൂടെ കൊണ്ടുവന്ന് അവിടെ ഇട്ടേര്, അങ്ങനെ മതി. അവർക്ക് നേരിട്ട് ചെല്ലുക പോലും വേണ്ട. എത്ര കൊടുത്താലും, ആരൊക്കെ കൊടുത്താലും, എതിലൂടെ കൊടുത്താലും, എങ്ങനെയുള്ളവർ കൊടുത്താലും അത് മുഴുവൻ അങ്ങ് സന്തോഷത്തോടെ മേടിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അനുഗ്രഹം എല്ലാം ആ ദൈവം കൊടുക്കുന്ന ഒരു ദൈവമാണ് അവരുടെ ദൈവങ്ങൾ. എന്നാൽ ഈ ദൈവം അങ്ങനെയൊന്നുമേ അല്ല. നേരിട്ട് വന്നിട്ട് ദൈവം പറയുന്നത് എന്തോതിന് ഇങ്ങോട്ട് വന്നതാന്നാ ചോദിക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? നിങ്ങളൊരാടെ വീട്ടിലോട്ട് ചെന്നിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ മതി, പിന്നെ മേലാൽ ആ വീട്ടിൽ നമ്മൾ പോകത്തില്ല. സ്തോത്രം. ഇവിടെ പറഞ്ഞേക്ക് ഏതാണ്ടൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊടുക്കുന്ന ആള് പറയുക, മേടിക്കുന്ന ആള് പറയുക, ഇവിടെ എനിക്കിതൊന്നും വേണ്ട. സ്തോത്രം.
ഹല്ലേലൂയ. അപ്പനെ നോക്കണം, അമ്മയെ നോക്കണം. അപ്പന് വയ്യാത്ത കാലമായി കഴിയുമ്പോൾ അപ്പന് കുറച്ച് ബിസ്ക്കറ്റും എല്ലാം കൂടെ കൊണ്ടുവന്ന് അപ്പം പറയും, എനിക്ക് തിന്നാൻ വയ്യ, എനിക്ക് വയ്യാത്ത കാലത്ത് ഇതെന്തിനാ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത്. ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ട കാലത്ത് നീ ചെയ്തില്ല, ഇനിയിപ്പോൾ ചെയ്തിട്ടൊരു കാര്യവും ഇല്ല. സ്വർഗത്തിലെ ദൈവത്തിന് അങ്ങ് ഏതാണ്ടല്ല ഒരുപാട് കൊടുക്കുക, ബാഹുല്യം ഇഷ്ടം പോലെ കൊടുക്കുക. മേടിക്കുന്ന ആള് പറയുക ഹല്ലേലൂയ. കർത്താവിൻ്റെ പൈതലേ, ഞാൻ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താൽ ദൈവം വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പരിപാടിയെ നിർത്തിയിട്ട് ദൈവം വാങ്ങിക്കുന്ന പോലെ എനിക്ക് കൊടുക്കാൻ കഴിയണം. ആകാശത്തെ കുത്തുന്ന പോലെ മുഷ്ടിയുദ്ധം ചെയ്യുകയല്ല. അങ്ങനെയാണ് മറ്റുള്ളതൊക്കെ. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മോട് പറയുക, അങ്ങനല്ല. നീ ദൈവത്തിന് വല്ലതും കൊടുക്കുന്നെങ്കിൽ, നീ ദൈവത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ നീ ഹൃദ്യമായിട്ടതറിയും, ഞാൻ എൻ്റെ ദൈവത്തിന് ഇത് കൊടുത്തു, എൻ്റെ ദൈവം അത് എന്നിൽ നിന്ന് വാങ്ങിച്ചു. കർത്താവിന് സ്തോത്രം. ഇതറിയാതെ മുന്നോട്ട് പോയി എന്താണ് ദൈവം യാഗം കൊണ്ടുവരാൻ പറഞ്ഞത്, എന്തിനാണ് ദൈവം യാഗം കൊണ്ടുവരാൻ പറഞ്ഞത്, എന്തിനാണ് ദൈവസന്നിധിയിൽ ഈ കാര്യം ചെയ്യാൻ പറഞ്ഞത്? ദൈവം പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, യാഗം ചെയ്ത് എന്നോട് ഉടമ്പടി ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധനാകാൻ ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞത്, വിശുദ്ധൻ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഒരു യാഗം അർപ്പിക്കുന്നെങ്കിൽ ആരർപ്പിക്കണം? സർവശക്തനായ ദൈവത്തോട് യാഗം കഴിച്ച് ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടിയുടെ ഹൃദ്യമായ ബന്ധത്തിൽ ഓരോ ദിവസവും ജീവിക്കുന്ന ദൈവ പൈതലാണ് അങ്ങോട്ട് യാഗം അർപ്പിക്കാൻ ചെല്ലേണ്ടത്. മനഃപൂർവം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അങ്ങനെയുള്ളവന് വേണ്ടി ഒരു യാഗവും വേദോസ്തവത്തിൽ പറഞ്ഞിട്ടില്ല. ദൈവത്തോടുള്ള ആ ഹൃദ്യമായ ബന്ധത്തിൽ, ആ ഹൃദ്യമായ അനുഭവത്തിൽ, ആ ബന്ധം സ്ഥാപിച്ചതിൽ അതിനനുസൃതമായി ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനോട് അവനോട് പറഞ്ഞതാണ്, നിന്റെ ആ ജീവിതത്തിൽ അറിയാതെ നിനക്ക് എന്തെങ്കിലും പോരായ്മ എവിടെങ്കിലും സംഭവിച്ചാൽ അത് നികത്താനാണ് ആരാധന. അല്ല, മനഃപൂർവമായിട്ട് കാര്യങ്ങൾ ജീവിതത്തിൽ തെറ്റിച്ചിട്ട് സ്വർഗത്തിലെ ദൈവം പറയുന്നത്, എൻ്റെ അടുക്ക വരണ്ട, നീ എൻ്റേതല്ല, നീ എനിക്കുള്ളവനല്ല, നീ എൻ്റെ വകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ ശരീരത്തെ ദൈവം നന്നാക്കി സൃഷ്ടിച്ച ഒരു ശരീരമാണ്. ദൈവം ആദാമിനെ ഹവ്വയെയും സൃഷ്ടിച്ചിട്ട് ആ തോട്ടത്തിലാക്കി. തോട്ടത്തിൽ നല്ല തിന്നാൻ കൊള്ളാവുന്നത്, കാണാൻ കൊള്ളാകുന്നത്, നല്ല അനുഗ്രഹിക്കപ്പെട്ട വൃക്ഷഫലങ്ങളെല്ലാം ദൈവം കൊടുത്തിട്ട് അതിനകത്തിൽ ഇങ്ങനെ ജീവിക്കാൻ അനുഗ്രഹങ്ങളെല്ലാം കൊടുത്ത് ദൈവം തമ്പുരാനും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ നല്ല ഫലം കൊടുക്കുന്ന നല്ല വൃക്ഷത്തിൽ തേണ്ട ഒരു വിഷജീവി കയറിയിരിക്കുന്നു. നാച്ചുറോപ്പതിക്കാരടുത്ത് നിങ്ങൾ ചികിത്സയ്ക്ക് പോയാൽ അവര് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ സന്ധികളുടെ ആ ഭാഗങ്ങളിൽ അവരിങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറയും, നിങ്ങളുടെ ശരീരത്തിൽ വിഷാംശം കൂടുതലാണോ കുറവാണോ. വിഷാംശം കൂടുതലാണെങ്കിൽ രോഗം വളരെ കലശലാണെന്നാണ്. അപ്പം നമ്മുടെ എല്ലാ ശരീരത്തിൽ എന്തോ ഉണ്ട്, ഒത്തിരി വിഷം കിടക്കും. അപ്പോൾ ആ വിഷാംശം പുറത്തു പോയെങ്കിലേ എന്തോ പറ്റത്തുള്ളൂ, ചികിത്സയ്ക്ക് വല്ല ഫലവും ഉണ്ടാകത്തുള്ളൂ. പോയിസൺ നമ്മളെല്ലാം ഇന്നത്തെ ആധുനിക കാലത്ത് നമുക്കെല്ലാം വളരെ ഷുവറാണ്. നമ്മളോട് ശാസ്ത്രം പറയുന്നുണ്ട്, ടോക്സിൻ ശരീരത്തിൽ എന്തുണ്ട്, ടോക്സിൻ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുക, ഈ ആലയത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇത് പ്രസാദമായി തീരണമെങ്കിൽ ഇതിനകത്ത് വിഷമൊന്നും ഉണ്ടായിരിക്കരുത്. ഒരാളുടെ ശരീരത്തിൽ വിഷാംശം കുറവാണെങ്കിൽ ആ ആള് രോഗങ്ങൾ വളരെ
കുറവായിരിക്കും. വിഷാംശം കൂടുതലാണോ രോഗങ്ങൾ വളരെ കൂടുതലായിരിക്കും. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് വിഷാംശം കളയാനുള്ള വഴികളൊക്കെ ചെയ്യണം. ഇവിടുത്തെ ഈ പന്നക്കടയിൽ പോയി ഒരു ഊണ് കഴിച്ചാൽ മതി, കുറേ വിഷം അന്നേരം ആ ഒറ്റ ഊണിനകത്തോട്ട് കയറും. മര്യാദയ്ക്ക് മണ്ണിന് ഉണ്ടാക്കുന്ന കഴിച്ചാൽ വിഷം അകത്ത് കയറത്തില്ല. അകത്ത് കിടക്കുന്ന വിഷം കൂടെ കുറച്ച് പുറത്തു പോകാൻ ആ ഭക്ഷണം സഹായിക്കും. അത് പോട്ടെ, അതെൻ്റെ വിഷയമല്ല, ഞാൻ വിഷത്തെക്കുറിച്ച് പറയുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നല്ല സാധനം യാഗപീഠത്തിൽ കത്തിച്ചാൽ അതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകും? നല്ല സുഗന്ധം ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. കർത്താവിന് സ്തോത്രം. പാഷാണം കത്തിച്ചാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളാരും കത്തിച്ചിട്ടില്ല, ഞാൻ കത്തിച്ച് കണ്ടിട്ടുണ്ട്. അതിൻ്റെ തീ കണ്ടാൽ കറുത്തിരിക്കും, കറാന്ന് കറുത്തിരിക്കും. കാരണം വിഷമാണ് അത് കത്തുമ്പോഴും കറുത്തേ ഇരിക്കത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മഹാദൈവം പറയുക, എൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്നതിന് ഒരു പ്രത്യേക ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ എന്തിനിങ്ങോട്ട് കൊണ്ടുവരുന്നു? ഹല്ലേലൂയ. മുട്ടാടുകളുടെ ഹോമയാഗവും തടിച്ച മൃഗങ്ങളുടെ മേധസ് കൊണ്ട് എനിക്ക് മതി ദൈവം പറയും, എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം എനിക്ക് ഇഷ്ടമില്ല. യാഗം ഞാൻ പറഞ്ഞത് എനിക്കിത് ഏതാണ്ട് എടുക്കാനോ ഒന്നും അല്ല, എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനല്ല, എനിക്കെന്തെങ്കിലും പ്രസാദമാകാനല്ല. ജാതീയ ദൈവങ്ങളെ പോലെ ഞാൻ തിന്നുന്ന ദൈവവുമല്ല, ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് മേടിക്കുന്ന ആളല്ല, ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ആളാ. പക്ഷെ നിന്റെ മനസ്സിൽ അസാധാരണമായ ഒരു ചിന്ത കണ്ടു, ഞാൻ ദൈവത്തിന് ഏതാണ്ട് കൊടുക്കുക എന്നൊരു ചിന്ത വന്നു. അതുകൊണ്ട് ഞാൻ കൊടുത്തതെല്ലാം കൂടെ അവിടെ ഇരിപ്പുണ്ട്. ഒരു പ്രത്യേക അവസരം വരുമ്പം, എനിക്കൊരാവശ്യം വരുമ്പം, കർത്താവേ എന്നെ സഹായിക്കണേ, എന്നെ വിടുവിക്കണമേ, എനിക്ക് സൗഖ്യം തരണമേ, എൻ്റെ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കണമേ എന്നങ്ങോട്ട് പറഞ്ഞിട്ട് ദൈവം തമ്പുരാൻ കേൾക്കുന്നില്ല. കേൾക്കാഞ്ഞുകൊണ്ട് മനസ്സിനകത്തിൽ ദൈവം തമ്പുരാൻ, ഇതെന്തോ ദൈവം ഇത്രയും നാളെ ഞാൻ കൊടുത്തതല്ല, എന്ത് ചെയ്യും? എല്ലാം മേടിച്ചു വെച്ചിട്ട് ദൈവം തമ്പുരാൻ നേണ്ട ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആര്? എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ കർത്താവ് ഇസ്രായേലിനോട് പറഞ്ഞത്, ഹല്ലേലൂയ, പാളയം മുഴുവനും ശുദ്ധമായിരിക്കും. വല്ലപ്പോഴും എൻ്റെ സന്നിധി വരുമല്ല, പിന്നെ നിന്റെ പാളയം മുഴുവനും ശുദ്ധമായിരിക്കണം. കർത്താവിന് സ്തോത്രം. വല്ലപ്പോഴും സന്നിധി വരാൻ വേണ്ടിയല്ല ഞാനൊരു വിശുദ്ധ ജാതി ആക്കിയതാണ്, വിശുദ്ധ ജനമാക്കിയതാണ്, വിശുദ്ധ വംശമാക്കിയതാണ്. ഹല്ലേലൂയ. വല്ലപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ വരാനല്ല. അങ്ങനെ വരികയാണെങ്കിൽ ദൈവം തമ്പുരാൻ പറയും, നീ ആരാധനയ്ക്ക് വന്നെന്നല്ല പറയുന്നത്, എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടി. തമ്പുരാൻ നോക്കിയപ്പോൾ ഒരു വല്ലാത്ത ചെരുപ്പും ഒക്കെ ഇട്ട് വലിയ കൊളക്കോഴി നടക്കുന്ന പോലൊരു നടപ്പും പടാന്നും പറഞ്ഞ് ദൈവം തമ്പുരാന്റെ സന്നിധിയിലോട്ട് തേണ്ട ചടപടാന്നും പറഞ്ഞ് കയറി വരുന്നു. ആ വരവ് കണ്ടപ്പോഴേ ദൈവം തമ്പുരാനെ മതിയായി. ഈ വരവിനുള്ള സ്ഥലമല്ല ഇവിടം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിങ്ങളോട് ചോദിച്ചതായിരുന്നു. ദൈവം പറയും, എൻ്റെ സന്നിധിയിൽ വരുന്ന വരവിനൊരു രീതിയുണ്ട്. ദൈവം പറയുന്നു, ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. വ്യർത്ഥമായത് ദൈവം പറയും, എനിക്കെല്ലാം അർത്ഥവത്തായത് വേണം. ഞാനിങ്ങനെ എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് പ്രസാദിക്കുന്ന ദൈവമല്ല, അർത്ഥവത്തായത്. അതുകൊണ്ട് വ്യർത്ഥമായത്, യോഗ്യമല്ലാത്തത് ദൈവം പറയുന്നു, ധൂപം എനിക്ക് വെറുപ്പാകുന്നു. നിങ്ങളുടെ മണം എനിക്ക് നാറ്റമാകും. ദൈവം പറയും, ധൂപം എന്ന് പറഞ്ഞാൽ എന്തുവാ? സുഗന്ധം. ദൈവം പറയാ, നിങ്ങളുടെ സുഗന്ധം എനിക്ക് ദുർഗന്ധമാകുന്നു. ഹല്ലേലൂയ. അത് കൊണ്ടുവന്ന സുഗന്ധത്തിന്റെ കുഴപ്പമല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഭക്തന്മാരുടെ ജീവിതാനുഭവത്തിൽ ചാലിച്ചെടുത്ത പാട്ടുകളാണ് നമ്മൾ പാടുന്നത്. നമ്മുടെ ഉള്ളത്തിൽ അത് കയറി തട്ടുന്നുണ്ടോ?
ആദ്യമേ പാടി ഇംഗ്ലീഷ് പാട്ടിനകത്തിൽ ആ മനുഷ്യൻ എഴുതിയേക്കുന്നു, സീയിങ് ഇൻ എവറി ലൈൻ. ഈ പുസ്തകത്തിലെ ഏത് വരി അങ്ങോട്ട് നോക്കിയാലും അതെന്നോട് ശക്തിയോടെ നേരെ കയറി വരുന്നു. ഹല്ലേലൂയ. ഓരോ ലൈനിലും എന്നെ ഒരുക്കുന്ന കുറെ കാര്യങ്ങൾ എൻ്റെ നേരെ കയറി വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരാണ് പാട്ടെഴുതിയത്. അവർക്ക് ഓരോന്നിനും കിട്ടിക്കൊണ്ടിരുന്നു. കർത്താവിന് സ്തോത്രം. വചനം വായിച്ചിട്ട് ഹല്ലേലൂയ അവർ വായിച്ചതുപോലെ എഴുന്നേറ്റ് പോകത്തില്ല. അവരുടെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനങ്ങൾ വചനത്തിനും. ഒരു ലൈൻ പോലും വ്യർത്ഥമല്ല എന്ന് കണ്ടവരാണ്. ഇതെത്ര വായിച്ചിട്ടും അതിൽ നിന്ന് ഒന്നും അകത്തോട്ട് കയറുന്നില്ലെങ്കിൽ കർത്താവ് പറയുന്നു അമാവാസിയും ശബത്തും. എന്നിട്ട് പറയും അവസാനത്തെ ആ 13-ാം വാക്യത്തിന്റെ അവസാനത്തിലെ ഒരു കാര്യം, നീതികേട് ഉത്സവയോഗവും. നീതികേട് ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെ ഉത്സവങ്ങളെ ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യം, ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതുകൊണ്ടാ പറഞ്ഞ ദൈവം, നിങ്ങൾ കൈ മലർത്തുമ്പോൾ എൻ്റെ കണ്ണ് മറച്ചു കളയും, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മോർ പ്രയർ എന്നുള്ളതല്ല, മോർ വർഷിപ്പ് എന്നുള്ളതല്ല. എന്നിട്ട് താഴോട്ടുള്ള വാക്യങ്ങളിൽ ദൈവം പറഞ്ഞു, എനിക്ക് വേണ്ടത് ലൈഫ്, ജീവിതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. യെശയ്യാവ് ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവിക ദർശനം കണ്ടപ്പോൾ കണ്ടതും അതാണ്. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ കണ്ട കാഴ്ച, ആ കേട്ട കേൾവി തൻ്റെ ജീവിതത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പേര് ഇസ്രായേലിന്റെ പരിശുദ്ധൻ. ഒറ്റ കാഴ്ച, ഒരു കേൾവി, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. തൻ്റെ ജീവിതത്തെ മുഴുവനും അത് കയറി പിടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ മുമ്പാകെ എനിക്ക് എങ്ങനെ ആയിരിക്കണം, എൻ്റെ ജനം എങ്ങനെ ആയിരിക്കണം? എന്നിട്ട് ദൈവം കാര്യം പറയുകയാണ് 16-ാം വാക്യത്തിൽ, നിങ്ങളെ കഴുകി, എനിക്കതാ വേണ്ടത്, നിങ്ങളെ കഴുകി വെടിപ്പാക്കണം. ആരാധന കഴുകി വെടിപ്പാക്കിയോർക്കുള്ളതാ. കഴുകി വെടിപ്പാക്കി കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് ഇതും കൊണ്ടുവരാൻ. നിങ്ങളുടെ കഴുകി വെടിപ്പാക്കുവിൻ. എങ്ങനെ കഴുകി വെടിപ്പാക്കാൻ കഴിയും? നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നീക്കിക്കളയുവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ. പുതിയ പള്ളിക്കൂടത്തിൽ പോകണം. ഏത് പള്ളിക്കൂടമാ? നന്മ പഠിക്കുന്ന പള്ളിക്കൂടം. 1-ാം ക്ലാസ്സിൽ തൊട്ട് തുടങ്ങണം. പിന്നെ ന്യായം അന്വേഷിക്കണം. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ. അനാഥന് ന്യായം നടത്തിക്കൊടുവീൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കുവീൻ. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയം, വിശ്വസ്തത, സൗമ്യത, പരമാർത്ഥത. സ്തോത്രം. ആത്മാവിന്റെ ഫലം. ആത്മാവിന്റെ ഫലം ആരോടാ കാണിക്കുന്നത്? ആത്മാവിന്റെ ഫലം ആരോട് കാണിക്കാനുള്ളതാ? ആത്മാവാൻ ദൈവത്തോട് കാണിക്കാനുള്ളതല്ല, മജ്ജയും മാംസവുമുള്ള മനുഷ്യരോട് കാണിക്കാനുള്ളതാ. ആത്മാവിന്റെ ഫലമോ സ്നേഹം. സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹം. ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കുന്നത്? നിന്റെ കൂട്ടിരിക്കുന്ന സഹോദരനെ സ്നേഹിച്ച്, സഹോദരിയെ സ്നേഹിച്ച്. അല്ലാതെ എന്തോ മേളോട്ട് നോക്കി ഇങ്ങനെ ചിരിച്ചു കാണിക്കാൻ നോക്കൂ. സന്തോഷം. എങ്ങനെ സന്തോഷം? സമാധാനം. എവിടെ സമാധാനം? നിങ്ങൾ രണ്ടുപേര് കാണുമ്പോൾ എന്തുണ്ടാകണം? ഷാലോം. മനസ്സിനകത്തൊരു കുളിർമ. അതോ ഏതാണ്ട് മുള്ളു കയറി വരുമോ? അന്നേരം ദൈവം തമ്പുരാൻ പറയുക, ഇത് മുഴുവൻ ബന്ധങ്ങളെ പിണഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. ബന്ധങ്ങളാണ് ഇത് മുഴുവൻ. ഇത് മുഴുവൻ ബന്ധങ്ങളാണ്. ബന്ധങ്ങളാണ്. ആത്മഫലം എന്ന് പറയുന്നതെല്ലാം എന്താണ്? ബന്ധങ്ങളാണ്. ബന്ധങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ട സ്വഭാവ ഗുണമാണ്. ഹല്ലേലൂയ. അതില്ലെങ്കിൽ
എന്ത് ആത്മാവ്, എന്ത് ആരാധന, എന്ത് പ്രാർത്ഥന, എന്ത് ദൈവത്തിന് കൊടുക്കാൻ, എന്ത് ദൈവം സ്വീകരിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒറ്റ കാര്യമാണ് പ്രധാനപ്പെട്ട വിഷയം. കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പം പോണം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാക്കാത്ത ഒരെണ്ണവും പോകത്തില്ല. അതാണ് പ്രശ്നം. ഹല്ലേലൂയ. ഈ പറഞ്ഞ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ക്രമീകരണങ്ങൾ ജീവിതത്തിൽ വരുത്തേണ്ട പോലെ വരുത്താത്ത ഒരു പെന്തിക്കോസുകാരനും പോകത്തില്ല. രണ്ടുപേര് തമ്മിൽ കാണുമ്പോൾ സ്നേഹമാണോ ഉണ്ടാകുന്നത്? രണ്ടുപേര് തമ്മിൽ കാണുമ്പോൾ സന്തോഷമാണോ ഉണ്ടാകുന്നത്? രണ്ടുപേര് തമ്മിൽ കാണുമ്പോൾ സമാധാനം ഉണ്ടാകുന്നത്? രണ്ടുപേര് തമ്മിൽ കാണുമ്പോൾ ദീർഘക്ഷമയാണോ ഉണ്ടാകുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ എല്ലാം പ്രോജക്റ്റ് ഒറ്റ പ്രോജക്റ്റാണ്, മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് അല്ല. പലവിധ പരിപാടികളൊന്നും അല്ല, പഞ്ചവത്സര പദ്ധതിയൊന്നും അല്ല നമ്മുടേത്. ജീവിതം മുഴുവനും കൂടെ ഒറ്റ പദ്ധതിയാണ്. ജീവിതം മുഴുവനും കൂടെ ഒറ്റ പദ്ധതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ തുടക്കം മുതൽ അതിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ. ആമേൻ. എന്നിട്ട് കർത്താവ് അവസാനം പറയുന്നു, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. ആ വാക്ക് മലയാളത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ദൈവം തമ്മിൽ പറയാം നമുക്ക് തമ്മിൽ വഴക്കുണ്ടാക്കാവുന്നതാണ്. നോ, let us reason together. ജീവിതത്തിന്റെ കാതലായ വിഷയങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ആഴമായി ചിന്തിക്കാം. എൻ്റെ അടുത്തോട്ട് വാ. ഇപ്പൊ ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ അത് പറ്റത്തില്ല. പിന്നെ എൻ്റെ അടുത്തോട്ട് വാ, നമുക്ക് ആഴമായിട്ട് ചിന്തിക്കാം. റീസൺ ടുഗദർ, ലെറ്റ് us reason together. ഡീപ്പ് എന്താണ്? ആഴമേറിയത് എന്താണ്? ശക്തിയേറിയത് എന്താണ്? ഘനമായത് എന്താണ്? അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച്, ഹല്ലേലൂയ, വാദിച്ച് ആലോചന കഴിച്ച് തിരിച്ചറിഞ്ഞ് കളയേണ്ടത് പുറത്ത് കളയാൻ വേണ്ടി എൻ്റെ അടുത്തോട്ട് വാ, വരുവീൻ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. പോകണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ